2-3 മാങ്ങയുണ്ട്. ഉണ്ടോ? നമുക്ക് ഈ കാടൊക്കെ പറിച്ച് തേക്കാണ്ട്. ഒത്തിരി കാടായി. ഒരുപാട് കിഴുകാർനെല്ലിൻ്റെ അരി ഒരുപാട് മുളച്ചിട്ടുണ്ട്. ഇതാണ് കിഴുകാർനെല്ലി. ഇതുണ്ടോ? ഇത് കിഴുകാർനെല്ലിൻ്റെ ഇത് മരുന്നാ. മഞ്ഞപ്പിത്തത്തിനൊക്കെ ഇതും പിന്നെ ആവണക്കറിയോ? വെള്ള ആവണക്കുണ്ട്, വെള്ളയല്ലാത്തൊരു ആവണക്കുണ്ട്. വെള്ളയല്ലാത്ത ഒരു ആവണക്കുണ്ട്. ആ ആവണക്കും ഇതും കൂടെ കൂട്ടി അരച്ച് പാലിൽ കഴിച്ചാൽ മഞ്ഞപ്പിത്തം 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ മാറിപ്പോവും. നല്ല ഔഷധമാണിത്. ഇത് ഉണ്ടോ? ഒരുപാടുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇത് എവിടെയൊന്നും ഇത് ചില സ്ഥലത്തൊന്നും കിട്ടാനില്ല. എൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഇത് കിട്ടാനില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഇതുകൊണ്ടോ? ഇത് ബജറ നട്ടതാണ് അന്ന്. അപ്പോൾ അത് ഇത്രയും വരെ എത്തി. ഇത് കായ്ക്കാനായി തോന്നുന്നു. കായാണോ ഇത് ഇലയാണോ വരുന്നതെന്ന് അറിയില്ലതാ. അതായത് ചോളത്തിൻ്റെ ഇല പോലെ തന്നെയാണ് ബജറേൻ്റെ ഇല. അരിച്ചോളത്തിൻ്റെയൊക്കെ ഇല പോലെ. മറ്റേ കമ്പത്തിൻ്റെ അല്ല, അരിച്ചോളത്തിൻ്റെ ഇല പോലെയാണ് ബജറേൻ്റെ ഇല. ചോളം പോലെ തന്നെയാണിത്. ഇനി പൂക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. നമ്മുടെ നാട്ടിലൊന്നും ഈ ബജറ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ നട്ടു നോക്കിയ ഒരു പരീക്ഷണത്തിന് ഉണ്ടാവുമെന്ന്. അത് നോക്കുമ്പോൾ ഇത് ഇലയാണോ വരുന്നതെന്ന് കൂമ്പാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു മൊട്ട് പോലെ ഇതാ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അത് വിടരുമോന്ന്. അരിയാണോ, പൂവാണോ, കായാണോ നോക്കാം. ഇത് പിന്നെ ഇതിൻ്റെയാണ്. എന്തായിരുന്നു? അതിൻ്റെ പേരും മറന്നുപോയി. മറന്ന കറി, വന്നിക്കറി. അത് പോട്ടെ. ഞാനിവിടെയൊക്കെ ഒന്ന് കാട് പറിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. അതുപോലെ നമ്മുടെ ചീരയൊക്കെ പൂവിട്ടു കണ്ടോ. മുളക്, കാന്താരി തൈ ഉണ്ട്. ഇതൊക്കെ വെള്ളം ഒഴിച്ച് വാഴയൊക്കെ ഇല വിട്ടിരുന്നു. കറിവേപ്പില, പിന്നെ അതിൽ ഒരാൾ വരുന്നുണ്ട് കണ്ടോ. അവരിങ്ങോട്ട് നോക്കി. അപ്പോൾ നമുക്ക് ഈ കാട് ഒക്കെ പറിച്ച് എടുക്കാം. നമുക്കിങ്ങനെ പറിച്ച് എല്ലാം വൃത്തിയാക്കി ഇടാം. ഇനിയിപ്പോൾ ഈസ്റ്റർ ഒക്കെ വന്നില്ലേ, എല്ലാം ഇടയ്ക്ക് അത് പറിച്ച് കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ കാടിങ്ങ് കയറി വരും. ഇപ്പോൾ 2 ദിവസം മഴ പെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്കിത് എത്തി. ഞാൻ ഈ കത്തി കൊണ്ട് ഇങ്ങനെ എടുക്കുക, പറിച്ചാലൊന്നും തീരില്ല. വേഗം പോവും. പിന്നെ അടിച്ചു കളഞ്ഞാൽ വൃത്തിയായി.
വേഗം വേഗം പറിച്ചെടുക്കാൻ ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നുണ്ട്. എന്നാൽ മുറ്റമൊക്കെ വൃത്തികേടായി കിടക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു മുറ്റടിക്കാൻ തോന്നൂല. പുല്ലൊക്കെ ഇങ്ങനെ വന്നാൽ ഇതൊക്കെ പറിച്ച് കളഞ്ഞ് അടിക്കുമ്പോഴാണ് മുറ്റം വൃത്തിയാകുക. ചീരയൊക്കെ ഉഷാറായി വരുന്നുണ്ട് മഴ പെയ്തപ്പോൾ. വിത്തായി കഴിഞ്ഞാൽ പിന്നെ ഇല ഉണ്ടാവില്ല, ഇല കുറവായിരിക്കും. വിത്തായി കണ്ട കതിര് വന്നു. അപ്പോൾ ഞാനിതിട്ടിങ്ങനെ വലിച്ചപ്പോഴില്ലേ എല്ലാം പൊടിയായിട്ടുള്ള കാട് വരെ നീങ്ങിപ്പോയി. ഇനി ഇത് വാരി വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതും കൊണ്ട് തേച്ച് അപ്പോൾ ആ പൊടിയായിട്ട് വളർന്നു വരുന്നതെല്ലാം അങ്ങോട്ട് പോയി. ഇനി ഇത് നമുക്ക് അടിച്ച് വാരിക്കളഞ്ഞാൽ മതി. കണ്ടോ, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. പണ്ടത്തെ പാട്ട് പഠിക്കുമ്പോൾ ഉള്ള പാട്ടാണ് അതൊക്കെ. മക്കളെ കണ്ടും മാമ്പും കണ്ടും കൊതിക്കരുത്. നമ്മൾ മക്കളെ കണ്ടിട്ട് കൊതിക്കാൻ പാടില്ല. ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. മാമ്പൂ കണ്ടാലും അങ്ങനെ തന്നെയാണ്. മാവ് ഒരു മഴക്കാറ് കാണുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോവും, വെയിലായാലും പൊഴിഞ്ഞു പോവും. രണ്ടും പറ്റില്ല അവർക്ക്. നമ്മുടെ മുറ്റം വൃത്തിയാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇത് നമുക്കിതുപോലെ വടിച്ചെടുത്താൽ മതി. പറിക്കാൻ നിന്നാലല്ലേ ഭയങ്കര താമസം. നമുക്കിതിങ്ങനെ വടിച്ചെടുക്കാം. ഏറ്റവും നല്ല സാധനം ഇത്. നമുക്കിങ്ങനെ പുല്ല് പറിക്കാൻ പൊടി വരെയുള്ള പുല്ല് പോകുന്നുള്ളൂ. ഉണ്ടോ, കയ്യിലൊന്നും ആവില്ല അധികം. ചെറിയ പൊടിയൊന്നും പറിക്കാൻ കിട്ടില്ല, കയ്യിൽ വരില്ലല്ലോ. അതിങ്ങനെയാണെങ്കിൽ വേഗം പോരും. എല്ലാം ഇച്ചിരി വളരണം.
ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.